നമ്മളപ്പം ഉടനെ 2025 2025ലേക്ക് കിടക്കാൻ പോവല്ലേ. അപ്പം ചെറുപ്പത്തിലൊക്കെ ഈ സമയത്തായിരുന്നു ഞങ്ങളൊരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ എടുക്കാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ എടുക്കാറുള്ള ഏറ്റവും മെയിൻ റെസൊല്യൂഷനായിരുന്നു അടുത്ത വർഷം കുറച്ചുകൂടി ബുക്ക് ബുക്സ് റീഡ് ചെയ്യണമെന്നും, പിന്നെ കുറേ എക്സസൈസ് ചെയ്യണമെന്നും, പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ കുറയ്ക്കണം എന്നൊക്കെയാണ്. പക്ഷേ അത് ജാനുവരി തീരുമ്പോഴേക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻസും തീരും. അപ്പം ഇത് റെസൊല്യൂഷൻസ് ഫുൾ ഡെഡിക്കേഷനായിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഈ ഡിസംബർ എൻഡും ജാനുവരി ഫസ്റ്റ് വീക്കിലൊക്കെയുള്ള മോട്ടിവേഷൻ അത് തന്നെത്താനങ്ങനെ പോയി കിട്ടും. അപ്പം ഈ വർഷം ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കുന്നില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്യില്ല, അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളോടും ഇതൊക്കെ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കും നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. അപ്പം അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു കോർണർ ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർക്ക് അതൊരു പൂജാമുറിയായിരിക്കാം, ചില ആൾക്കാർക്ക് അതൊരു റൂമിൻ്റെ ഒരു കോർണറായിരിക്കാം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് ഇഗ്നോറായി പോവും. അപ്പം നമ്മൾ ലൈഫിൽ എത്ര ബിസി ആയിരിക്കും, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ നോക്കാൻ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ വരില്ല. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇന്നർ പീസ്, നമുക്കൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആ സ്ഥലം ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ തോന്നില്ല ആ സ്ഥലത്ത്, അല്ലേ? അപ്പം അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നത്. റെഗുലർ ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്നും കുറച്ചൊരു 5-10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ബോഡിയിൽ ശരിക്ക് സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നത് ഒരുപാട് കുറയും. നമ്മളിങ്ങനെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്നത് ഒന്നൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് കിട്ടും. നമ്മുടെ ബോഡിക്കും ബ്രെയിനൊക്കെ റെസ്റ്റ് കിട്ടും. അപ്പം അത് നമ്മൾ എന്നും ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ അതിന് വേണ്ടി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ വീട് നോക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, പിള്ളേരെ നോക്കുന്നുണ്ട്, ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ലൈഫുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം നമ്മൾ കണ്ടെത്തും. അപ്പം ഇതൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പം അതായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ആയിരുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു, അല്ലേ, ഫുഡ് കളയാൻ പാടില്ല, ഫുഡ് ഫിനിഷ് ചെയ്യൂ. അതിന് ഏറ്റവും വലിയ റീസൺ എന്തായിരുന്നു അവർ പറയാറ്? എത്ര ആൾക്കാരാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാണ്ട് ജീവിക്കുന്നത്, എന്താ പറയുക, ഒരു മീല് പോലും കിട്ടാണ്ട് അവർ വിശന്ന് ഉറങ്ങുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഏറ്റവും വലിയ തെറ്റാത്, അല്ലേ? അതുമാത്രമല്ല, ചില സിറ്റുവേഷൻസിൽ, ചില ഒക്കേഷൻസിൽ നമ്മളിപ്പം ഒരു
ഒരു ഈവൻറ്റിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഗസ്റ്റിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക. ചില സമയത്ത് നമ്മുടെ അളവൊക്കെ തെറ്റും. അപ്പം കൂടുതൽ ഫുഡ് ഉണ്ടാക്കി പോകും. ആ ഒരു കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് എന്തായാലും വേസ്റ്റ് ആവും. നമ്മളിപ്പം ഇന്നുണ്ടാക്കിയത് നാളെ കഴിക്കും. മാക്സിമം മേ ബി വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് മറ്റന്നാളും കഴിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കേടാവാൻ തുടങ്ങും. അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അങ്ങനെ ഫുഡ് വേസ്റ്റ് ആവുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റാണ്. അപ്പം അതിൽ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഫോഴ്സ് അല്ലേ, എല്ലാം തരുന്നൊരു ഫോഴ്സ്, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനാണേലും നമ്മൾ ഒരു സോറി പറയാം അല്ലേ. തെറ്റ് പറ്റിപ്പോയി, ബിക്കോസ് നമുക്ക് ഇന്നൊരു തെറ്റ് പറ്റി, അപ്പം നാളെ നമുക്ക് ഫുഡ് വേണം, മറ്റന്നാളും ഫുഡ് വേണം. ജീവിക്കുമ്പോൾ ഒക്കെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുഡ് വേണം. അപ്പം ഇന്ന് നമ്മൾ ഫുഡിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഫുഡ് കിട്ടുമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കോൺഷ്യസ്ലി നമ്മൾ ഓർത്തിരിക്കണം അല്ലേ. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ പഴയ കുറേ സാധനങ്ങൾ നമ്മൾ അത് കളയാണ്ടും ആർക്കും കൊടുക്കാണ്ടും നമ്മൾ കുറേ ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കും. ഇപ്പം പഴയ ഡ്രസ്സാണെങ്കിലും നമ്മൾ വിചാരിക്കും, ഓക്കെ നമ്മൾ നല്ല ഡ്രസ്സായിരുന്നു വാങ്ങിച്ചപ്പോൾ, നല്ല വിലയായിരുന്നു, ഇല്ലെങ്കിൽ നല്ല കളറായിരുന്നു, ഇല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്തതായിരിക്കും, അതൊരു സെൻറ്റിമെൻറ്റ് ഇമോഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കളയാണ്ട് അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ നിറഞ്ഞ് അൽമാരി നമുക്ക് തുറക്കുമ്പോൾ എന്തിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു സിറ്റുവേഷൻ വരും. പക്ഷേ അതിൻ്റെ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്തൊരു കാര്യമായിരുന്നു. നമ്മൾ കഴിഞ്ഞൊരു 4 to 5 months യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടോ, നമ്മളതിന് ലൈഫിൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. അതിൻ്റെ അതാണ് അതിൻ്റെ ശരിക്കൊരു ഫാക്ട്. ബിക്കോസ് നമുക്ക് അത്ര ഇഷ്ടമുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ എടുത്ത് വെക്കില്ല അല്ലേ, നമ്മളതിടും. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം തണുപ്പ് കാലമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവർ ജാക്കറ്റ്സും സ്വെറ്റേഴ്സൊക്കെ നെക്സ്റ്റ് സീസണിന് വേണ്ടി, നെക്സ്റ്റ് ഇയറിന് വേണ്ടി എടുത്ത് വയ്ക്കും. അങ്ങനെ തന്നെ സമ്മേഴ്സ് ഉള്ള സ്ഥലത്ത് ഡ്രസ്സസൊക്കെ എടുത്ത് വയ്ക്കും. പക്ഷേ ഓൾമോസ്റ്റ് സെയിം വെതർ, സെയിം സീസണുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ അതൊരു ബ്രെയിൻ തന്നെ ഒരു കൺഫ്യൂഷനായി. ഇപ്പം നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു 50 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതിന് പകരം നമുക്കൊരു 5 ജോഡി ഡ്രസ്സ് മാത്രം ഉള്ളെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഈ 5 സെറ്റ് ഓഫ് ഡ്രസ്സിന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അത്രയും സമയം ലാഭമാണ്, അത്രയും കൺഫ്യൂഷൻ ഇല്ല. അതുമാത്രമല്ല, ഇപ്പം ചില കേസിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചില ഡ്രസ്സൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ പീസായിരിക്കും. ഇപ്പം ചില വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് അവരുടെ ഡ്രസ്സ് നമ്മൾ എടുത്ത് വയ്ക്കുക, 1-2 ഡ്രസ്സൊക്കെ നമുക്ക് ഓർമ്മയ്ക്ക് എടുത്ത് വയ്ക്കാം. പക്ഷേ നമ്മൾ അവരുടെ എല്ലാ ഡ്രസ്സും എടുത്ത് വയ്ക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഡൊണേറ്റ് ചെയ്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പം അവർക്ക് അത്രയും സന്തോഷമാണ്. പ്ലസ് നമ്മൾ ആ ഡ്രസ്സ് ചാരിറ്റി ചെയ്തു എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. ഓൾസോ നമ്മൾ ഇത്രയും സാധനങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്താ പറയുക, സ്ട്രെസ്ഡ് ആണ് അല്ലേ. അപ്പം നമുക്ക് തന്നെ ചെറിയ ചെറിയ ഈ ചേഞ്ചസ് ചെയ്തിട്ട് നമുക്ക് ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കാൻ പറ്റും അല്ലേ. പിന്നെ വേറൊരു കാര്യമായിരുന്നു, നമ്മളിപ്പം ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ചില വാസ്തു കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യും. ലൈക്ക് ബേസിക് ആയിട്ടുള്ള വാസ്തു കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം അച്ഛനമ്മമാർ പറയും ഇന്ന ഒരു നോർത്ത് ഡയറക്ഷനിൽ തല വെച്ച് കിടക്കാൻ പാടില്ല എന്ന്. അതിന് നമ്മളിപ്പോൾ അത്രയൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ അതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് പുൾ അത് ഓപ്പോസിറ്റായി, ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് ഫ്ലോയിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പം നമുക്ക് ഉറക്കം ശരിക്കും കിട്ടില്ല എന്ന് പറയും. അതുമാത്രമല്ല, നമുക്ക് വീട്ടിൽ ബെഡ്റൂംസിൽ കണ്ണാടി, മിറർ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഇപ്പം ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നത് അവിടെയാണെങ്കിൽ നമ്മൾ വെച്ച് പോകും. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ ബെഡ് ഫേസ് ചെയ്തിട്ട് മിറർ വയ്ക്കാൻ പാടില്ല.
അതിൻ്റെ റീസൺ, ഏറ്റവും വലിയ റീസൺ, നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊന്ന് എണീക്കുവാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എണീറ്റിട്ടില്ല, പക്ഷേ ഇങ്ങനെ എണീക്കുമ്പം പെട്ടെന്ന് നമ്മുടെ റിഫ്ലക്ഷൻ മിററിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. അതുമാത്രമല്ല നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ആവാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. ഇപ്പം നമ്മൾ ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പം ചെറിയ ചെറിയ സ്റ്റെപ്സിൽ നമ്മൾ എണീക്കും, ഒന്ന് സ്ട്രെച്ച് ചെയ്യും, പിന്നെ കാല് താഴെ വയ്ക്കും, പിന്നെ എണീക്കും. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രെയിൻ ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്ന് ബ്രെയിൻ ഇങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പം ബ്രെയിൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതൊരു ഹെൽത്തി സൈൻ അല്ല. സോ ഇതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, വാസ്തു കാര്യങ്ങളാണ്. നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂഫ് ഇല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇതിനൊക്കെ റീസെർച്ച് ബേസ്ഡ് എവിഡൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം, നമ്മളെ തന്നെ ഇഗ്നോർ ചെയ്യുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നല്ലേ. സോ നമ്മളൊന്ന് ഇരുന്നൊന്ന് ആലോചിക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്ന്. സോ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാക്കും, ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ അതിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഇടുന്നുണ്ടോ? കുറേ കാലം മുന്നേ ഞാൻ ഇടാറുണ്ടായിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. ലൈക്ക് ഈ രാവിലെ ജോലിക്ക് പോവും, ജോലിയിൽ അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് ലിസ്റ്റ് ഇടും, തിരിച്ച് വന്നാൽ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തായാലും സമയം കണ്ടെത്തും. അതെന്തായാലും ചെയ്തേ പറ്റൂ. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന സമയം, നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന സമയം, ഹസ്ബൻഡ്സിനും വൈഫിനൊക്കെ കൊടുക്കുന്ന സമയം, ഫ്രണ്ട്സിന് കൊടുക്കുന്ന സമയം പോലെ തന്നെ നമ്മൾ നമുക്കും കൊടുക്കണം, അല്ലേ? ബിക്കോസ് നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ അവർക്കും റെസ്റ്റ് വേണം. അന്ന് റെസ്റ്റ് ചെയ്തൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമയം. ഇപ്പം ഞാൻ എല്ലാ കാര്യവും പറയുമ്പം 1 മണിക്കൂർ ചെയ്യണം ഇല്ലെങ്കിൽ അരമണിക്കൂർ ചെയ്യണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം ആ 5 മിനിറ്റിൽ നമുക്കൊരു 5 മിനിറ്റേ ഉള്ളൂ എന്ന് നമുക്ക് അറിയുമ്പം നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും, അല്ലേ? പ്ലസ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഇരുന്ന് കുറേ എന്താ പറയുക, പാർലറിൽ പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഇരുന്ന് മേ ബി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് അതിനെപ്പറ്റി ആലോചിക്കുക, നാളെ എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ബിക്കോസ് നാളെ നമ്മൾ എണീറ്റില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കും, റൈറ്റ്? സോ അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പം നമ്മളെ നോക്കിയില്ലെങ്കിൽ, ഇപ്പം നമുക്കൊരു ബാറ്ററി ഉള്ള പോലെ ബാറ്ററി ഒരു ദിവസം തീരും. അപ്പോൾ ബാറ്ററി തീരുന്നവരെ യൂസ് ചെയ്യണേക്കാളും നല്ലത് ബാറ്ററി ഒന്ന് ചാർജ് കുറഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും നമ്മളൊന്ന് റീചാർജ് ചെയ്യാം. അപ്പം ഞാൻ ഈ സെൽഫ് കെയർ റീചാർജ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും നല്ല വ്യത്യാസം തോന്നും. അപ്പം പുതിയ വർഷം തുടങ്ങണേക്കാളും മുന്നേ ഇപ്പോഴും ഉണ്ടല്ലോ, കുറച്ചൊരു 3-4 ദിവസമുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നെക്സ്റ്റ് ഇയർ കണ്ടിന്യൂ ചെയ്യൂ. ഒരു 5 മിനിറ്റ് ചെയ്യുക, പിന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇഷ്ടമുള്ളത്രയും നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻസിൽ പറയാം. ഓക്കെ, താങ്ക് യു.